Hey, what's up guys? You will be here for Mr. and Mrs. Agam. This is ANIL. Hey, നമ്മൾ ഇന്ന് കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള കുറച്ച് ഡിഷസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ കുക്കിംഗ് വീഡിയോ ആണെന്നല്ലേ? കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. ഇംഗ്ലീഷ് പഠനവും ഈ പറയുന്ന കുക്കിങ്ങും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ചേരുവകളൊക്കെ അല്ലേ, അതിൻ്റെ റെസിപ്പീസൊക്കെ കറക്റ്റായിട്ടാണെങ്കിൽ ആ കുക്ക് ചെയ്യുന്ന സാധനത്തിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും ചേരേണ്ട സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ എഴുതുമ്പോഴും പറയുമ്പോഴൊക്കെ ഈ സെൻറ്റൻസുകൾക്കൊക്കെ വല്ലാത്തൊരു ടേസ്റ്റാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സെൻറ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് എന്ന് പറയുന്നതിന് ഞാൻ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാമ്പാറുമായിട്ടാണ്. ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും എന്തുകൊണ്ടാണ് സാമ്പാറുമായിട്ട് കമ്പയർ ചെയ്ത് വേറെ എന്തെങ്കിലും കമ്പാരിസൺ നടത്തിയാൽ പോരെ അല്ലേ? പക്ഷേ അതിനൊരു കാര്യമുണ്ട്. ഈ സാമ്പാറും അതുപോലെ തന്നെ സെൻറ്റൻസും തമ്മിൽ വല്ലാത്ത ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. എന്താണെന്നറിയോ? സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് പല തരത്തിലുള്ള പച്ചക്കറി കഷ്ണങ്ങളാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ സെൻറ്റൻസും. ഒരു സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പച്ചക്കറി കഷ്ണങ്ങളല്ല, പകരം ഇംഗ്ലീഷിലെ കുറച്ച് ടേമുകൾ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു സാമ്പാർ കൂട്ടി ചോറ് തിന്നുന്നതിൻ്റെ ആ ഒരു സ്വാദ് നല്ല ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് കിട്ടും. അപ്പോൾ റെഡിയാണോ? നമ്മൾ ഇന്ന് എരിവും പുളിയും ഒക്കെയുള്ള ധാരാളം സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഇറ്റാലിയൻ ടൈപ്പ് അധികം എരിവും പുളിയൊന്നും ഇല്ലാത്തതും ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നേരെ സെൻറ്റൻസ് മേക്കിങ്ങിലേക്ക് അങ്ങ് പോയാലോ? വളരെ സ്വാദിഷ്ടമായ സെൻറ്റൻസ് മേക്കിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറേ കഷ്ണങ്ങൾ വേണം. അതേപോലെ തന്നെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിലും കുറച്ച് കഷ്ണങ്ങൾ വേണം. അതിൽ വേണ്ട 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഷ്ണങ്ങളാണ്. ഒന്നാമത്തത് സബ്ജക്റ്റ് എന്ന് പറയുന്ന കഷ്ണം ആവശ്യമുള്ളതാണ്. രണ്ടാമത്തത് വെർബ് എന്ന് പറയുന്ന ഒരു കഷ്ണവും ആവശ്യമാണ്. ആൻഡ് ദ ഫൈനൽ വൺ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കരിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കില്ലേ, അതേപോലുള്ളൊരു സാധനമാണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സാധനം. എന്നാൽ ഇത് ആവശ്യമുള്ളതാണ് താനും. നമ്മൾ കറിവേപ്പിലേക്ക് ഇടുമ്പോൾ അതിൻ്റേതായ ഗുണമുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഈ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് സബ്ജക്റ്റാണ്, 2 വേർബാണ്, ആൻഡ് ദ തേർഡ് വൺ ഒബ്ജക്റ്റ്. ഈ 3 കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ്, അതും കറക്റ്റായി ചേർത്തുകൊണ്ടാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളല്ലേ? സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർത്ത് വെക്കുന്നു. പക്ഷേ ആ കൂട്ടിച്ചേർത്ത് വെക്കുന്ന വാക്കുകൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാശയം നമുക്ക് തരാൻ വേണ്ടി കഴിയും. കംപ്ലീറ്റ് ആയിട്ട് അർത്ഥം തരാൻ കഴിയുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ സെൻറ്റൻസുകളെന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് ഡിഷിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് വൺ. ആദ്യം നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പോകുന്നത് ഇറ്റാലിയനാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിലധികം എരിവും പുളിയൊന്നും ആവശ്യമില്ല. അതിന് നമുക്ക് ആകെ ആവശ്യമുള്ളത് 2 കമ്പോണൻസ് ആണ്. ദ ഫസ്റ്റ് വൺ, കുറച്ച് സബ്ജക്റ്റിൻ്റെ കഷ്ണം, അത് കഴിഞ്ഞിട്ട് കുറച്ച് വെർബിൻ്റെ കഷ്ണം. ഈ സബ്ജക്റ്റും വെർബും കൂടിയിട്ട് അങ്ങോട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സബ്ജക്റ്റും വെർബും, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളും ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ നമുക്കൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നമ്മൾ എരിവോ പുളിയോ ഉപ്പോ അധികം ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. ഇത് 2 മാത്രം മതി. അപ്പോൾ ഇത് 2 മാത്രം ചേർത്തുകൊണ്ട് നമുക്ക് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇതിനൊരു എക്സാമ്പിൾ വേണം അല്ലേ? അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹി റീഡ്സ്, അവൻ വായിക്കുന്നു. അടിപൊളിയല്ലേ? ഹി സബ്ജക്റ്റാണ്, റീഡ്സ് എന്ന് പറയുന്നത് വെർബാണ്. ഹി റീഡ്സ് എന്ന് പറയുമ്പോൾ അവൻ വായിക്കുന്നു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസായി. അടിപൊളിയല്ലേ? അതുപോലെ തന്നെ ദേ പ്ലേ, അവർ കളിക്കുന്നു. അപ്പോൾ എക്സാമ്പിൾ കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമുക്കിതിനായിട്ട് ആകെ ആവശ്യമുള്ളത് കുറച്ച് സബ്ജക്റ്റും കുറച്ച് വെർബുമാണ്. ആദ്യത്തെ സെൻറ്റൻസ് ഉണ്ടാക്കാനുള്ള പരിപാടി പഠിച്ചോ? ഇനി അടുത്തേക്ക് പോവാം. രണ്ടാമത്തെ സെൻറ്റൻസ് ക്രിയേഷൻ. ഈ രണ്ടാമത്തെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളകും ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇതിന് വേണ്ട കുറച്ച് ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ അല്ലെങ്കിൽ അതിലധികമോ എത്രയും ആവശ്യമായിക്കോട്ടെ, നമുക്ക് കുറച്ച് സബ്ജക്ട്സ് വേണം, വെർബ് വേണം, ആൻഡ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഈ 3 കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസ് ഡിഷ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു സെൻറ്റൻസ് ഒരു എക്സാമ്പിളിലൂടെ അതെങ്ങനെയാണെന്ന് നോക്കാം. ഐ ലൈക്ക് എഗ്സ്. എക്സ് അല്ല, എഗ്ഗ് അല്ലേ? എഗ്സ്. അപ്പോൾ ഐ ലൈക്ക് എഗ്സ് എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്,
ലൈക്ക് എന്ന് പറയുന്നത് വെർബാണ്. ആൻഡ് എഗ്സ് എന്ന് പറയുന്നത്, മുട്ടകൾ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റാണ്. യെസ്, ഹീ റീഡ്സ് എ ബുക്ക്. ഹീ റീഡ്സ് എ ബുക്ക് എന്ന് പറയുമ്പോൾ ഹീ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, റീഡ്സ് എന്ന് പറയുന്നത് ഒരു വേർബാണ്, ആൻഡ് ബുക്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. സോ വെരി സിമ്പിൾ അല്ലേ? അപ്പോൾ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും ചേർത്തുകൊണ്ട് നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മൂന്നാമത്തെ ഡിഷിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കുറച്ച് എരിവ് കൂടിയ ഡിഷാണ്. കുറച്ച് എരിവ് കൂടിയ ഒരു ഡിഷാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആർ യു റെഡി ഫോർ ദാറ്റ്? ഇതിൽ നമ്മൾ സബ്ജക്റ്റും ഉണ്ട്, വേർബും ഉണ്ട്. പക്ഷേ ഒബ്ജക്റ്റിന് പകരം അഡ്ജക്റ്റീവാണ് കൊണ്ടുവരുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാമല്ലോ അല്ലേ? നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ അതിൽ എന്താണ് അഡ്ജക്റ്റീവ് എന്നുള്ളത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സബ്ജക്റ്റും അതുപോലെ തന്നെ നമ്മളുടെ വേർബും അതിൻ്റെ കൂടെ അഡ്ജക്റ്റീവുമാണ് ചേർക്കുന്നത്. ഒബ്ജക്റ്റിന് പകരം നമ്മളിവിടെ ചേർക്കുന്നത് എന്താണ്? അഡ്ജക്റ്റീവാണ്. ഈ അഡ്ജക്റ്റീവ് ചേർക്കുമ്പോഴേക്കും നമ്മുടെ സെൻറ്റൻസ് ഒന്ന് എരിവുള്ള ഒരു സംഭവമായിട്ട് മാറും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഹി ഈസ് സ്മാർട്ട്. ദ ഫ്ലവേഴ്സ് ആർ റെഡ്. ഹി ഈസ് സ്മാർട്ട്. ഹി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സബ്ജക്റ്റ്. ഈസ് എന്ന് പറയുന്നത് വേർബാണ്. സ്മാർട്ട് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. ഒരാളുടെ ക്വാളിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് ദ ഫ്ലവേഴ്സ് ആർ റെഡ്. ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സബ്ജക്റ്റാണ്. ആർ എന്ന് പറയുന്നത് വേർബാണ്. ആൻഡ് റെഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. സോ ദ ഫ്ലവേഴ്സ് ആർ റെഡ്. ഇതേപോലെ നിങ്ങൾക്കും സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. സെൻറ്റൻസുകൾ ഉണ്ടാക്കി തന്നെ പഠിക്കണം. അടുത്ത് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ സത്യത്തിൽ ഒരു പുളിയുള്ള സെൻറ്റൻസാണ്. എന്തുകൊണ്ടാണ് ഇതൊരു പുളിയുള്ള സെൻറ്റൻസ് ആണെന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആൾക്കാർക്കും പുളി അത്ര ഇഷ്ടമല്ല, എന്നാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് താനും. അപ്പോൾ ഇവിടെ നമ്മൾ ചേർക്കുന്ന ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ പുളിയുള്ളൊരു സാധനമാണ്. പലർക്കും അത് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചേർക്കുന്നത് സബ്ജക്റ്റും വേർബും അതിൻ്റെ കൂടെ ഒരു അഡ്വേർബുമാണ്. സബ്ജക്റ്റും വേർബും അതിൻ്റെ കൂടെ ഒരു അഡ്വേർബും ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സബ്ജക്റ്റും വേർബും അഡ്വേർബും ഒക്കെ ചേർത്തിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക? അപ്പോൾ ചില ആൾക്കാർക്കുള്ള സംശയം എന്താണ് ഈ അഡ്വേർബ് എന്നുള്ളതായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി നോക്കിയാൽ അഡ്വേർബിൻ്റെ ഡീറ്റെയിൽസും അവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതുകൂടി ഒന്ന് പോയി നോക്കുക. എക്സാമ്പിൾ നോക്കാം, അതിലൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. സോ ദ എക്സാമ്പിൾ ഈസ് ഷീ ഈസ് ഹിയർ. അവൾ ഇവിടെയുണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ? ഷീ ഈസ് ഹിയർ. ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, ഈസ് എന്ന് പറയുന്നത് വേർബാണ്, ഹിയർ എന്ന് പറയുന്നത് നമ്മളുടെ അഡ്വേർബാണ്. ആൻഡ് ഹി സിങ്സ് ലൗഡ്ലി. അവൻ പാട്ട് പാടി. എങ്ങനെയാണ് പാടിയത്? ഉച്ചത്തിലാണ് പാടിയത്. ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, സിങ്സ് എന്ന് പറയുന്നത് വേർബാണ്, ലൗഡ്ലി എന്ന് പറയുന്നത് മറ്റൊരു അഡ്വേർബാണ്. അതേപോലെ ലൗഡ്ലി, സ്ലോലി ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ അഡ്വേർബിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം ഇവിടെ സബ്ജക്റ്റും അതോടൊപ്പം വേർബും അതിൻ്റെ കൂടെ ഒരു അഡ്വേർബും ചേർത്തുകൊണ്ടാണ് നമ്മൾ ഒരു സെൻറ്റൻസിനെ മേക്ക് ചെയ്യുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ചേർക്കുന്നത് ഒബ്ജക്റ്റിന് പകരം അഡ്ജക്റ്റീവോ അഡ്വേർബോ ഒന്നുമല്ല, പകരം നൗണാണ്. എന്തുകൊണ്ടാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞത്? ഈ നൗൺ ചേർക്കുമ്പോൾ എങ്ങനെയാണ് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്? അത് ഇത്രയും വളരെ സിമ്പിളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ആണ് ഉപയോഗിക്കുക അല്ലേ? നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ സബ്ജക്റ്റ് എഴുതുക. ഈ സബ്ജക്റ്റിൻ്റെ ഈ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ വരുന്നു, അവസാനം ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തും ഈ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. നമ്മളിത് സാധാരണ നമ്മളുടെ ഡെയിലി വായിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിലായാലും അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സെൻറ്റൻസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് തന്നെയാണിത്. ഓക്കെ, എന്തായാലും നോക്കാം. സബ്ജക്റ്റ്, വേർബ് ആൻഡ് ഫൈനലി ദ നൗൺ. സബ്ജക്റ്റ്, വേർബ് ആൻഡ് നൗൺ. എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക? ഈ എക്സാമ്പിൾ വായിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയും. അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ്. ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ഷീ ഈസ് മൈ ഫ്രണ്ട്. ഷീ ഈസ് മൈ ഫ്രണ്ട്. ഇവിടെ ഷീ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റാണ്. ഈസ് എന്ന് പറയുന്നത് വേർബാണ്. മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ, എൻ്റെ സുഹൃത്താണെന്ന് പറയുന്നത് മൈ ഫ്രണ്ട് എന്ന് പറയുന്നത് അവിടെ നൗണാണ്. ആൻഡ് ഹി ഈസ് എ ഡോക്ടർ. ഹി ഈസ് എ ഡോക്ടർ. ഹി ഈസ് എ ഡോക്ടർ എന്ന് പറയുമ്പോഴോ, ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, ഈസ് എന്ന് പറയുന്നത് വേർബാണ്, എ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു നൗണാണ്.
അപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റും വേർബും നൗണും ചേർത്തുകൊണ്ട് നമുക്ക് ഇതേപോലെ വളരെ ഈസി ആയിട്ട് സെൻറ്റൻസുകളെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടി പഠിച്ചു അല്ലേ? സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ ഇത് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ എഴുതി അങ്ങോട്ട് പഠിക്കുക എന്നുള്ളതാണ്. നല്ലോണം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഡിഷുകളിൽ തന്നെ വെറൈറ്റി 4 ഡിഷുകളായിട്ട് ഇതിനെ തിരിക്കാൻ വേണ്ടി പറ്റും. സെൻറ്റൻസുകളെ 4ആയി തിരിക്കാൻ വേണ്ടി പറ്റും. 4 തരത്തിലുള്ള സെൻറ്റൻസുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. The first one, declarative sentences, and the second one, interrogative sentences, and the third one, imperative sentences, and the final one, exclamatory sentences. So ആദ്യത്തേത് ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസുകളാണ്, രണ്ടാമത്തേത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്, ആൻഡ് മൂന്നാമത്തേത് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളാണ്, ആൻഡ് നാലാമത്തേത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആണ്. ഇങ്ങനെ 4 തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മളുടെ ഇംഗ്ലീഷ് ഭാഷയിൽ മേജറായിട്ട് നിലനിൽക്കുന്നത്. ഓക്കെ, എന്താണ് ഈ പറയുന്ന ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ? ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകളെയാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് വിളിക്കുക. ഞാനിതാ പോകുന്നു എന്ന് പറയുന്നത് ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ ട്രൂത്ത്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്. അതേപോലെ നമ്മൾ സാധാരണ പറയുന്ന സെൻറ്റൻസുകളൊക്കെ കൂടുതലും ഈ പറയുന്ന ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ ഭാഗങ്ങളാണ്. ഓക്കെ, 1-2 എക്സാമ്പിൾസ് നോക്കാം. ഐ ലൈക്ക് കോഫി. ഐ ലൈക്ക് കോഫി. ഇനി അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം എടുത്തു കഴിഞ്ഞാൽ ഐ ഡു നോട്ട് ലൈക്ക് കോഫി ഓർ ഐ ഡോണ്ട് ലൈക്ക് കോഫി. ഐ ലൈക്ക് കോഫി, ഐ ഡോണ്ട് ലൈക്ക് കോഫി. വി വാച്ച്ഡ് എ മൂവി ലാസ്റ്റ് നൈറ്റ്. വി ഡിഡ്ന്റ് വാച്ച് എ മൂവി ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി രണ്ടാമത്തത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളാണ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ചോദ്യങ്ങൾ, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? എന്ത് കാര്യത്തിനും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങളെയാണ് നമ്മൾ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് വിളിക്കാറുള്ളത്. ഈ സാധാരണ ഈ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളൊക്കെ അവസാനിക്കുന്നത് ഈ പറയുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. ഓക്കെ, നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ അവസാനിക്കുന്നത് എപ്പോഴും ഒരു ഫുൾ സ്റ്റോപ്പിലായിരിക്കും. നമുക്കറിയാം അല്ലേ, നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്നതാണ്. വാട്ട് ഈസ് യുവർ നെയിം, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നതാണ് അല്ലേ? സുഖമാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഹൗ ആർ യു എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതാണ്. സോ വാട്ട് അബൌട്ട് യു, ഹൗ ആർ യു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തിരിച്ചു ചോദിക്കും വാട്ട് അബൌട്ട് യു എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളാണ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളുടെ ഭാഗമാണ് ഈ ചോദ്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലായി. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. എന്താണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്? ഇമ്പറേറ്റീവ് സെൻറ്റൻസും ഈ പറഞ്ഞ പോലെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനം. അതായത് നമ്മൾ കമാൻഡുകൾ പറയാൻ വേണ്ടി, അതേപോലെ തന്നെ റിക്വസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് വിഷസ് നമ്മൾ പറയാറുണ്ട് അല്ലേ? വിഷസ് നമ്മളുടെ ഞാനൊന്ന് പ്രധാനമന്ത്രി ആയിട്ട് വേണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിട്ട് വേണം, ഞാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ, വിഷസൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മളുടെ വിഷസിനെ, നമ്മളുടെ റിക്വസ്റ്റുകളെ, അഡ്വൈസുകളെ, കമാൻഡുകളെ ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഒരു സെൻറ്റൻസിലൂടെയാണ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസിലൂടെയാണ്. സാധാരണ നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയാറുണ്ട്, പോയി വാതിലടക്കി എന്നൊക്കെ പറയാറില്ലേ? ക്ലോസ് ദ ഡോർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ക്ലോസ് ദ ഡോർ എന്നൊക്കെ പറയുന്നത് ഒരു കമാൻഡാണ്. അതേപോലെ തന്നെ ദേഷ്യം വരുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറയാറില്ലേ, ഷട്ടപ്പ് എന്ന് പറയാറുണ്ട് അല്ലേ? ഷട്ടപ്പ് എന്നൊക്കെ പറയുന്നത് എന്താ? ഇതൊക്കെ ഒരു കമാൻഡുകളാണ്, നിങ്ങളെ അനുസരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കമാൻഡുകളാണ്. സോ ഈ കമാൻഡുകൾ, റിക്വസ്റ്റുകൾ, ക്യാൻ യു പ്ലീസ് ക്ലോസ് ദ ഡോർ അല്ലേ? നമ്മൾ അമ്മമാരോടൊക്കെയാണ് വാതിലടയ്ക്കാനൊക്കെ പറയുന്നതെങ്കിൽ ആ വാതിലൊന്ന് അടച്ചേക്കോ എന്ന് നമ്മൾ ചോദിക്കുക ചെയ്യുക, അല്ലാണ്ട് പോയി വാതിലടക്കി എന്ന് നമ്മൾ പറയാറില്ല. അതേപോലെ വിഷസ്, ഇതൊക്കെ വരുന്നത് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളിലാണ്. മനസ്സിലായോ? ആൻഡ് ദ ഫൈനൽ വൺ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പരിപാടി ഇത്രയേ ഉള്ളൂ, വായും പൊളിച്ച് നിൽക്കുന്നതൊന്ന് ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വളരെ അത്ഭുതകരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വായും പിടിച്ച് നിൽക്കാറുണ്ട്, വാവ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സംഭവമാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ അവസാനിക്കുന്നത് എക്സ്ക്ലമേഷൻ മാർക്ക് കൊണ്ടായിരിക്കും. കണ്ടില്ലേ? ഈ എക്സ്ക്ലമേഷൻ മാർക്കിലൂടെ ആയിരിക്കും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ അവസാനിക്കുന്നത്.
ആൻഡ് മറ്റൊരു കാര്യമുണ്ട്, ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന സഡൻ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ കൂടിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പിക്നിക്ക് പോകുന്നു. പിക്നിക്ക് പോയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണുന്നു. ആ സമയത്ത് നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ വായിൽ അറിയാതെ വരുന്നൊരു വാക്കാണ് വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ വളരെ സുന്ദരമായ രാത്രിയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് വാട്ട് എ ലവ്ലി നൈറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയുന്ന വളരെ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന അല്ലെ, അതുപോലെ വാവ്, ഹുറേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇനിയൊക്കെ കുറച്ച് 2-3 എക്സാമ്പിൾസ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ആ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, വാട്ട് എ ലയർ ഹി ഈസ്, എന്ത് നുണയനാണ് അവൻ, ആൻഡ് ഹൗ ഹി ലൈഡ്, അവൻ എങ്ങനെ നുണ പറഞ്ഞത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള സ്ട്രോങ് ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മളുടെ പെട്ടെന്ന് വരുന്ന ഇമോഷൻസിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ എന്ന് പറയാം. അപ്പോൾ 4 തരത്തിലുള്ള സെൻറ്റൻസ് പലഹാരമാണുള്ളത്. ഒന്നാമത്തത് മറന്നുപോയോ, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. രണ്ടാമത്തത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. മൂന്നാമത്തത് ഇംപെറേറ്റീവ് സെൻറ്റൻസ്. ആൻഡ് ഫൈനൽ വൺ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇത് ഇവിടെ കൊണ്ടങ്ങനെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഭവമായിട്ട് പുതിയൊരു ഡിഷുമായിട്ട് വരാം. സോ ദിസ് ഈസ് അനിൽ സൈനിങ് ഓഫ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.